ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളുടെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങൾ തരുന്ന വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. മേനോൻ തറവാട്ടിൽ ജനിച്ച് എവിടെയോ കടന്ന് എന്നെ വിളിച്ചിട്ട് ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരങ്ങളിൽ ഞാൻ എന്നെ ഏൽപ്പിച്ചപ്പോൾ ദൈവത്തിന് ഞാൻ പ്രയോജനപ്പെടുന്നൊരു പാത്രമായി മാറി. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളും ഇരുന്ന് പഠിച്ചും പ്രാപിച്ചുമാണ് ഓരോ മെസ്സേജുകൾ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനെ ഇഗ്നോർ ചെയ്യരുത്, ഇതിനെ നിസ്സാരമായി കാണരുത്. ഇത് വളരെ പ്രഷ്യസാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വെള്ളിയേക്കാളും റൂബിയെക്കാട്ടിലും പൊന്നിനെക്കാട്ടിലും വിലയേറിയതാണ് ദൈവത്തിൻ്റെ വചനം. തീർച്ചയായിട്ടും നമ്മെ ക്രിസ്തുവിൻ്റെ ആ സ്വഭാവത്തിന് അനുരൂപമാക്കുവാൻ, അല്ലെങ്കിൽ ക്രിസ്തു എന്ന തലയോളം ഉയർത്തുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ ആക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വേർഡ് നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഏതായാലും മെസ്സേജുകൾ കേൾക്കുക. ഇതുപോലുള്ള മെസ്സേജുകൾ വീണ്ടും വീണ്ടും തരുവാൻ ഞങ്ങളെ ദൈവം ശക്തീകരിക്കേണ്ടതിന് നിങ്ങളുകൂടെ പ്രാർത്ഥിക്കുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. നമ്മൾ വിടും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടെ ബി ആങ്ഷ്യസ് ഫോർ നത്തിങ് ബട്ട് ഇൻ എവറിത്തിങ് ബൈ പ്രെയർ ആൻഡ് സപ്ലിക്കേഷൻ വിത്ത് താങ്ക്സ്. പാഷനിലേക്ക് എന്ന് വന്നേ TBT. Don't be pulled in different directions or worried about a thing. Be saturated in prayer throughout each day, offering your faith-filled request before God with overflowing gratitude. Tell Him every details of your life. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം, അത് ഭയങ്കരമാണ്. TPT മാർക്ക് 6:25 to down. എന്താ കൊടുത്തിരിക്കുന്നത് നോക്കി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? This is why I tell you to never be worried about your life. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല. Don't be anxious. നേരത്തെ പറഞ്ഞു, don't worry. For all that you need will be provided, such as food, water, clothing, everything your body needs. നിൻ്റെ ശരീരത്തിൽ, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ജീവിക്കാൻ ആവശ്യമായ സകലതും ദൈവം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിനക്കിത് വല്ലതും കിട്ടുന്നത് നിൻ്റെ മിടുക്ക് കൊണ്ടല്ല. നിനക്ക് ഈ കോവിഡ് വന്നിട്ട് ലോക്ക്ഡൗണും ക്വാറന്റൈനും കണ്ടെയ്ൻമെൻറ് സോണും ഒക്കെ ആയിട്ടും നിനക്ക് ഫുഡിന് ഗവൺമെൻറ് തന്ന ഫുഡ് കൊണ്ടല്ല നീ കഴിഞ്ഞത്. ദൈവം നിനക്ക് ഫുഡ് തന്നു. കേരളത്തിൽ അനേകർക്ക് ഫുഡ് കിട്ടിയത് ഗവൺമെൻറ് സപ്ലൈ ചെയ്തപ്പോഴാണ്. പക്ഷേ ദൈവമക്കൾക്ക് ഗവൺമെൻറ് സപ്ലൈ ചെയ്തുകൊണ്ടല്ല, ദൈവം ഒരുക്കി. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, ദിസ് ഈസ് വൈ ഐ ടെൽ യു ടു നെവർ ബി വറീഡ് അബൌട്ട് യുവർ ലൈഫ്. ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്, നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരിക്കലും വറി ചെയ്യല്ലേ. കാരണം ഫോർ ഓൾ ദാറ്റ് യു നീഡ് വിൽ ബി പ്രൊവൈഡഡ് സച്ച് ആസ് ഫുഡ്, വാട്ടർ, ക്ലോത്തിങ്. നിനക്ക് ആവശ്യമുള്ള ഉടുക്കാനും ഉണ്ണാനും താമസിക്കാനുള്ള സകലതും ദൈവം നിനക്ക് പ്രൊവൈഡ് ചെയ്യും. എവറിത്തിങ് യുവർ ബോഡി നീഡ്സ്. ഈസ് ദെയർ മോർ ടു യുവർ ലൈഫ് ദാൻ എ മീൽ? ഒരു ആഹാരത്തെക്കാൾ വലുതല്ലേ നിൻ്റെ ജീവൻ? Isn't your body more than clothing? നിൻ്റെ ശരീരത്തെക്കാൾ വലുതാണോ നിൻ്റെ വസ്ത്രം? നിൻ്റെ വസ്ത്രത്തെക്കാൾ വലുതല്ലേ നിൻ്റെ ശരീരം? അടുത്തത്
Look at all the birds. Do you think they worry about their existence? പക്ഷികളെല്ലാം ലോക്ക്ഡൗൺ വന്ന സമയത്ത് പട്ടിണി കിടന്ന് ചത്തോ? വഴിയിലൊക്കെ നിറച്ച് പക്ഷികളായിരുന്നാ? പേപ്പറിൽ കണ്ടു ആരോ ഒരുത്തൻ പക്ഷികൾക്ക് കാട്ടിൽ പോയിട്ട് ഒരു മരത്തിൽ കുറച്ച് വെള്ളം കൊടുത്തത്. എത്ര പൈസയിൽ കൊടുത്ത്? ഒരു പക്ഷി പോലും ഒന്നും കുടിച്ചും കാണത്തില്ല. നിൻ്റെ ഒന്നും വേണ്ട, നീ നോക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി. അപ്പോൾ നോക്കിയേ, നിങ്ങൾ കാട്ടിലെ ആന നാട്ടാനയായിട്ട് നിങ്ങൾ പാപ്പാനെയും കൊണ്ട് സൂക്ഷിച്ച് നടക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ നന്നായി ആനയെ കാട്ടിൽ ദൈവം സൂക്ഷിക്കുന്നുണ്ട്. മെലിഞ്ഞാനെ അല്ല അവിടെ കാണുന്നത്. അതാരെ പരിപാലിക്കുന്നത്? ദൈവം. അതുകൊണ്ടാണ് ചോദിച്ചത്. See, look at all the birds. എല്ലാ പക്ഷികളും നോക്ക്. Do you think they were worry about their existence? നാളെ എന്താകും എന്നുള്ളതോ അവരുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വറി ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രാവ് താടിക്ക് കൈയും കൊടുത്തിട്ട് നാളെ എന്താകും ചിന്തിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതാ ചോദിക്കുന്നത്. ഇതാരാ ചോദിക്കുന്ന അറിയാം? യേശു. ശിഷ്യന്മാരല്ല, യേശു ചോദിക്കുന്നതാണ്. ഓക്കെ, they don't plant or reap or store up food. അവർ നടുവോ കൊയ്ത്തോ കളപ്പുരകൾ സൂക്ഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. യെറ്റ് യുവർ ഹെവൻലി ഫാദർ പ്രൊവൈഡ്സ് ദം ഈച്ച് വിത്ത് ഫുഡ്. അവർക്കെല്ലാം ദൈവം പരിപാലിക്കുന്നു, ഫുഡ് കൊടുത്തിട്ടാണ്. ആറൻറ്റ് യു മച്ച് മോർ വാല്യുബിൾ ടു യുവർ ഫാദർ ദാൻ ദേ? നിൻ്റെ അപ്പൻ അവരെക്കാൾ നീ വിശേഷതയുള്ളതല്ലേ? എന്നിട്ടാ പറഞ്ഞു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ പിതാവ് പുലർത്തുന്നു. ഓക്കെ, വിചാരപ്പെടുന്നതിനാൽ അതാ. So which one of you by worrying could add anything to your life? ഒരു മുഴം എന്നൊന്നല്ല ഇതിരിക്കുന്നത്. നീ വിചാരിച്ചത് കൊണ്ട് എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. നീ വിചാരപ്പെട്ടത് കൊണ്ട് എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിൽ ഒന്ന് അനങ്ങിയിട്ടുണ്ടോ? അടുത്തത്. So why would you worry about your clothing? Look at all the beautiful flowers of the field. They don't work or toil. പണിയെടുത്ത് നൂൽക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ വയലിലെ പൂക്കൾ ഇത്ര നന്നായിട്ട് ഭംഗിയായിട്ടിരിക്കുന്നത്? അടുത്തത്. And yet not even Solomon in all his splendor was robed in beauty more than one of these. ശലോമോൻ പോലും ഇടുന്നതുമായ വയലിലെ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇൻ ഹിസ് സ്പ്ലെൻഡർ, രാജാവ് അതിൻ്റെ ഫുൾ സ്പ്ലെൻഡറിൽ പോലും ഈ അതിനേക്കാൾ സ്പെഷ്യലായിട്ടാണ് ദൈവം ഒരു പൂവിനെ സൂക്ഷിക്കുന്നതെന്ന്. അടുത്തത് എന്നുള്ളതും. സോ ഇഫ് ഗോഡ് ഹാസ് ക്ലോത്ത് മെഡോ വിത്ത് ഹായ് വിച്ച് ഇസ് ഹിയർ ഫോർ such a short time and then dried up and burned, won't promise for you the clothes you need, even though you live with such little faith. നിങ്ങൾ ഈ ചെറിയ വിശ്വാസത്തിൽ, വലിയ പുകഴ്ച പറയാൻ വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിൽ ചെറിയ വിശ്വാസം ഉണ്ടായിട്ടും ദൈവം നിന്നെ കരുതുന്നില്ലേ? വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരിനല്ലേ ഉള്ളൂ. എങ്കിലും ദൈവം നിന്നെ കരുതുന്നില്ലേ? സോ ഡോണ്ട് ബി ആങ്ഷ്യസ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ടത്, നിനക്കായി ദൈവം കരുതും. അതാ വിഷയം. സോ ദെൻ forsake your worries. നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മറക്ക്. ഒന്ന് പറഞ്ഞേ, എല്ലാ പ്രശ്നങ്ങളും മറക്ക്. So then, forsake your worries. Why would you say, what will we eat, or what will we drink, or what will we wear? എന്ത് കുടിക്കും, എന്ത് തിന്നും, എന്തുടുക്കും എന്നിങ്ങനെ പറയുന്നത് നിർത്തുന്നു. അടുത്തത്. For that is what the unbelievers chase after. രക്ഷിക്കപ്പെടാത്തവർ ഇതിൻ്റെ പിറകിലാണ് ഓടുന്നത്. ഇതാണ് ഇന്നത്തെ ദൂത് നിങ്ങളോട്. രക്ഷിക്കപ്പെടാത്തവർ ഇതിൻ്റെ പിറകിലാണ് ഓടുന്നത്. അപ്പം എനിക്ക് തുണി വേണ്ട, അങ്ങനെയല്ല പറയാം. For that is what the unbelievers chase after. Doesn't your heavenly Father already know the things your bodies require? നിൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള വസ്ത്രം എന്തെന്ന് ദൈവത്തിന് അറിയത്തില്ലേ? നിൻ്റെ അപ്പന് അറിയത്തില്ലേ? ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ഇത്രയും അറിഞ്ഞാൽ മതി. ഇത് ബൈബിൾ എല്ലാം ഒന്നും പഠിക്കണ്ട, ഇതൊക്കെ ഒന്നും പഠിച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾക്ക് വിടുതല. അടുത്തത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിന്, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്കുണ്ടാകും.
അത് നോക്കിയേ. സോ above all constantly chase after the realm of God's kingdom and righteousness that proceeds from him. Then all these less important things will be given to you abundantly. ഇതെല്ലാം വേണ്ടെന്നല്ല, ഇതിൻ്റെ പിറകിൽ ഓടണ്ട. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെയുണ്ട്. നീ ആഹാരത്തിൻ്റെയും പൊസിഷൻ്റെയും പോസ്റ്റിൻ്റെയും വസ്ത്രത്തിൻ്റെയും പിറകിൽ ഓടുന്നതിന് പകരം നീ ദൈവരാജ്യത്തിൻ്റെ പിറകെ പിടിച്ചോ. അതോടുകൂടെ ബാക്കിയെല്ലാം നിന്റെ പിറകെ വരും. നീ ഇതിൻ്റെ പിറകെ ഓടണ്ട. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, വല്ലഭൻ അവൻ വല്ലഭൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, വല്ലഭൻ അവൻ വല്ലഭൻ. കൃപകൾ എന്നും പ്രാപിക്കാം, കൃപകൾ എന്നും പ്രാപിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, ത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന ഉള്ള പ്രാർത്ഥന പാലിക്കും രോഗിക്കും. നീതിമാന്റെ പ്രാർത്ഥനയുള്ള പ്രാർത്ഥന പാലിക്കും രോഗിക്കു സൗഖ്യമാ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. ഹല്ലേലൂയ. വിടുതൽ എന്നും പ്രാപിക്കാം ദൈവം. പ്രാർത്ഥിക്കാം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ആമേൻ. നല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ. വിടുതൽ, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. യാചിപ്പിൽ എല്ലാം ലഭിക്കും, അന്വേഷിപ്പിൽ കണ്ടെത്തും. യാചിപ്പിൽ മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പാടാ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ. വിടുതൽ, വിടുതൽ എന്നും പ്രാപിക്കാമേ. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, വല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ. വിടുതൽ, ദൈവ വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ദൈവ വിടുതൽ എന്നും പ്രാപിക്കാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരുത്തൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലും ഇല്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ ഉടനെ അതിനൊരു ആമയും പറഞ്ഞോണം. ഒന്ന് പറഞ്ഞ് ഞാനൊരു ജയാളിയാണ്. എനിക്കെതിരെ വരുന്ന ഒരു ആയുധവും എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിന് മേലോ ഫലിക്കുകയില്ല. ഞാൻ ജയാളിയാണ്. തോൽവി പഴയ ചരിത്രമാണ്. ഇന്ന് ഞാൻ ക്രിസ്തുവിൽ പുതിയൊരു സൃഷ്ടിയാണ്. എൻ്റെ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. ഞാൻ വാലല്ല, ഞാൻ തലയാണ്.
എൻ്റെ ദൈവം എന്നെ തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നതേയില്ല. എൻ്റെ ദൈവം എനിക്കായി കരുതും, ശ്രേഷ്ഠമായി കരുതും. എൻ്റെ ദൈവം എനിക്കൊരുക്കിയിരിക്കുന്നത് ആരുടെയും കണ്ണ് കണ്ടിട്ടില്ല, ആരുടെയും ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. പക്ഷെ വിശ്വാസത്താൽ ഞാൻ കാണുന്നു. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. മെസ്സേജ് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കട്ടെ. ഇതുപോലുള്ള മെസ്സേജുകൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ, നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ സഹായിക്കുന്നു. നിങ്ങളൂടെ പ്രാർത്ഥിക്കുക. ആഴമേറിയ വെളിപ്പാടുകൾ ദൈവം തരട്ടെ. അത് നിങ്ങൾക്ക് പ്രയോജനത്തിനാണ്. അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെ വിളിക്കാനുള്ള നമ്പർ 9482507090. അതുകൂടാതെ വാട്സാപ്പിൽ 9995709777 അത് വാട്സാപ്പ് നമ്പറാണ്. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് വഴിയും അയക്കാം, വോയിസ് ടാഗ് അയക്കാം. നോർമൽ കേസുകളിൽ ഞായറാഴ്ച രാവിലെ 8:30 മണിക്ക് ലൈവ് സർവീസ് ഉണ്ടാകും. നോർമൽ കേസ് ഞാൻ പറയുന്നത്, ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ മീറ്റിംഗ് വയ്ക്കുമ്പോൾ ആ കിട്ടുന്ന ഹാളിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ചിലപ്പോൾ നമ്മളുടെ ടൈമിങ്സ് ചേഞ്ച് വരാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ മെസ്സേജുകൾ യൂട്യൂബിലൊക്കെ ലൈവ് കാണണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങളത് അറിയിക്കുന്നതായിരിക്കും. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുകൂടാതെ രാവിലെ എഴുന്നേറ്റ ഉടനെ ദൈവത്തിൻ്റെ ദൂത്, എന്താണ് ദൈവം ഇന്നത്തെ ദിവസം എന്നോട് പറയാനുള്ളത്, അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഞങ്ങൾ വാട്സാപ്പിൽ രാവിലെ ഒരു പ്രെയർ അയക്കുന്നുണ്ട്. അതിന് താല്പര്യമുള്ളവരും നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ അയയ്ക്കുക. ഞങ്ങളതിലേക്ക് മെസ്സേജുകൾ അയക്കുന്നതായിരിക്കും രാവിലെ. ദൈവം അനുഗ്രഹിക്കട്ടെ.